ഹായ്, ഫുട്ബോളിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് 0.02% കളിക്കാരെ പ്രൊഫഷണൽ ലെവലിൽ എത്തുന്നുള്ളതാണ്. ആ സ്റ്റാറ്റിക്സ് നോക്കണം, 0.02 എത്ര കളിക്കാരാണെന്ന് നോക്കണം. അത്രയും കളിക്കാരെ പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ റൊണാൾഡോ എന്നൊരു പ്ലെയർ എടുത്താൽ കഴിഞ്ഞാൽ തന്നെ ട്രെയിനിങ് സ്മാർട്ടർ, നല്ല ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യുന്നു, നല്ലോണം റിക്കവർ ചെയ്യുന്നു. നോ ഷോർട്ട് കട്ട്, ഫുട്ബോളിൽ ഷോർട്ട് കട്ടും ഇല്ല. പക്ഷേ നമ്മൾ ഈ പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തിക്കണമെന്ന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മറ്റാൾക്കാർ ചെയ്യാത്ത സാധനങ്ങൾ നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ പ്ലെയറിൻ്റെ ക്വാളിറ്റി എന്നാൽ അയാൾ ഫുട്ബോളിലൂടെ ജീവിക്കുന്നു എന്നാണ്. പക്ഷേ ട്രെയിനിങ് മാത്രമല്ല, പലപ്പോഴും ഒരു കുട്ടി ഒരു പ്രൊഫഷണൽ ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ അയാൾക്കൊരു വേക്കപ്പ് കോൾ മാത്രമാണ് നിങ്ങൾ ഫുട്ബോളിലേക്ക് എത്തി എന്നുള്ളത്. ആ ട്രെയിനിങ് ഇൻറ്റൻസിറ്റിയും ആ ട്രെയിനിങ്ങും എല്ലാം ചേർന്ന് വരുമ്പോഴാണ് കുട്ടി മനസ്സിലാക്കുന്നത് ഫുട്ബോൾ ട്രെയിനിങ് എന്താണ്. അപ്പം നിങ്ങളൊരു പ്രൊഫഷണൽ ഫുട്ബോളർ ആവണമെങ്കിൽ ആ പ്രോ ലൈനിലേക്ക് ചിന്തിക്കണമെന്നാണ്. പ്രോ എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ട്രെയിനിങ് ഇൻറ്റൻസിറ്റിയും ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തൂ. അതുകൊണ്ടാണ് ഇത്രയും വലിയ ജനത ഉണ്ടായിട്ടും നമുക്ക് 0.02% ആൾക്കാർ പ്രൊഫഷണൽ ലെവലിൽ എത്തുന്ന കാര്യമാണ്. അത് പറഞ്ഞു കൊടുക്കാനുള്ള കോച്ചസ് വിളിക്കുന്ന ഒരു കോളുണ്ട്, കോച്ചസ് കോൾ. കോച്ചസ് കോളിൽ ആ ട്രെയിനിങ് ഇൻറ്റൻസിറ്റിയും കൃത്യമായ ട്രെയിനിങ്ങിലേക്ക് ഒരിക്കലും പ്ലെയറായി മാറില്ല. അപ്പോൾ നിങ്ങൾ ആ 0.02% എലിവേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു പ്രോ പ്ലെയറായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ യു ഷുഡ് ചേഞ്ച് ദ റൂട്ട്. നിങ്ങൾ റൂട്ട് ചേഞ്ച് ചെയ്തേ പറ്റൂ. കോച്ചിനെ ഫോളോ ചെയ്യുക. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. ബൈ.